ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം നമ്മൾ അടുപ്പത്ത് ഒരു കുക്കറാണ് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയിടാം. ഒരുപാടൊന്നും വഴറ്റണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് ഒരു 3-4 അരിഞ്ഞത്, എരിവിന് അനുസരിച്ച് ഒരു വലിയ ക്യാരറ്റ് വട്ടത്തിലരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത്, പിന്നെ ചിക്കൻ കഷ്ണങ്ങളാക്കിയ ചിക്കൻ, അതിനാവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിന് ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിന് മുമ്പായി നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കി, കട്ടയൊന്നുമില്ലാതെ കലക്കി മാറ്റി വെക്കണം. 2 കപ്പ് തേങ്ങാപ്പാലും നമുക്ക് മാറ്റി വെക്കണം. ഇത് വെന്ത് നമുക്ക് തുറന്ന് നോക്കി ആ 2 കപ്പ് തേങ്ങാപ്പാൽ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കലക്കി വെച്ച കോൺഫ്ലവറും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്താൽ കറി ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊഴിക്കുന്നത്. പിന്നെ ഇത് എരിവിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിക്കാൻ നേരത്ത് ഒന്നുകൂടി ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തിള വരുമ്പോഴേക്കും നമുക്ക് കുരുമുളക് പാകത്തിന് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇട്ടത്. ഒരു 4 പച്ചമുളകും കൂടി കീറിയിട്ടത് കൊണ്ട് ആ എരിവ് മാത്രം മതിയാവും. ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് വേണം ഈ പൊടിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കണം. ഉണക്കമുളക്, ചെറിയ ഉള്ളി, കരിവേപ്പില, പട്ട, ഗ്രാമ്പു എന്നിവ താളിച്ച് നമുക്കിതിലേക്ക് വെക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇതാ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ സ്റ്റൂ. ഞാൻ